നമ്മൾ കാണുകയല്ലേ സ്ത്രീകളുടെ ഒരു ആത്മസമർപ്പണമല്ലേ കാണുന്നത്. എന്തോരം യാതന അനുഭവിച്ച ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് അങ്ങേ അറ്റം പോയാൽ ആറ്റിങ്ങലിൽ നിന്ന് ഇവിടം വരെ വരണം അല്ലേ, കാലത്ത് വന്ന് അർപ്പിച്ച് പോകാൻ സാധിക്കും. ഇടം കിട്ടിയില്ലെങ്കിൽ പോലും എവിടം വരെ എത്താൻ പറ്റുന്നു. ഇപ്പോൾ കേശവദാസപുരമാണെങ്കിൽ അവിടെ വന്ന് അടുപ്പ് സ്ഥാപനം നടത്തി അവിടെ കലം വെച്ച് മൺകലം വെച്ച് അവിടെ അർപ്പിച്ചിട്ട് പോകും. പക്ഷേ കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ ബംഗളൂരു, ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഈ ദൂരത്തു നിന്ന് വരുന്നവരുടെ സൗകര്യാർത്ഥം ഒന്ന് പിൻവലിഞ്ഞു കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥ തിരുവനന്തപുരത്തുകാർക്ക് അമിതമായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ദൂരത്തുനിന്ന് വരുന്നവർ സൗകര്യമായിട്ട് ഇട്ടോട്ടെ, നമുക്ക് വീട്ടിലിരുന്നിടാം. അമ്മ എന്താണ് ഭൂലോക വ്യാപിയാണ്, അമ്മ ഇവിടെ വന്ന് നമ്മുടെ പൊങ്കാല രുചിച്ചോളും എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. എങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ മനസ്സ് ഇങ്ങനെ ഒരു വലിയ അർച്ചനയ്ക്ക് വേണ്ടി ഒരു ആത്മസമർപ്പണം പോലെ വരുന്ന അതിഥികൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടി ഒരുങ്ങുന്നത്? ഇതും വലിയൊരു സ്നേഹ സന്ദേശമല്ലേ. അപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അങ്ങനെ വിവിധങ്ങളായ സന്ദേശങ്ങളുണ്ട്, ഒരുമയുടെ സന്ദേശമുണ്ട്. മണക്കാട് പ്രദേശത്ത് പോയാൽ മുസ്ലിങ്ങളുടെ വീട്ടിലാണ് പൊങ്കാലയിടുന്നത്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് നിങ്ങൾക്ക് വാർത്തയുമാണ് അല്ലേ? അപ്പം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് പലപ്പോഴും ഉത്സവങ്ങൾക്കാണ് ഇങ്ങനെ കൂടിച്ചേരലുകൾ ഉണ്ടായത്. ഞാനിപ്പോൾ ഇന്നലെ പോയ 1-2 വീടുകളിൽ കണ്ണൂർ, കാസർഗോഡുള്ള ആൾക്കാർ ആ ഫ്ലാറ്റുകളിൽ അവരുടെ കൂടെ വന്ന് താമസിച്ച് മിനിഞ്ഞാന്ന് രാത്രി എത്തി, ഇന്നലെ അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് ഇന്ന് ആ ഫ്ലാറ്റിൻ്റെ ചുവട്ടിൽ വന്നാണ് പൊങ്കാലയിടാൻ പോകുന്നത്. അല്ലെങ്കിൽ എവിടം വരെ വണ്ടി ഓടിയെത്തുമോ അവിടെ കൊണ്ടുപോയി അവരെ കൊണ്ട് ഇടിയിച്ച് ഇന്ന് രാത്രിയിലത്തെ ട്രെയിനിൽ പോകുന്നവരുണ്ട്, നാളെ രാവിലത്തെ ട്രെയിനിലും ഫ്ലൈറ്റിലും പോകുന്നവരുണ്ട്. കയറ്റി അയക്കുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഒരു ദിനചര്യയുടെ അല്ലെങ്കിൽ ഒരു വർഷചര്യയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അടുത്ത പൊങ്കാല വരുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങുന്ന നിമിഷവുമാണിത്. വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇടുന്നത്. ഇപ്രാവശ്യം തന്നെ സാധിച്ചു. വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്ത് കൊച്ചിലേ തൊട്ട് ചെയ്യുന്നതാണ്. അപ്പം എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാല ഇടണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഇവിടെ ഉള്ള എനിക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകളും അത് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പുറത്തുനിന്ന് പോലും വന്ന് ഈ സമയം നോക്കി വന്ന് ആറ്റുകാൽ പൊങ്കാല ഇടുന്നവരുണ്ട്. അപ്പം എല്ലാവരെയും പോലെ തന്നെ എല്ലാ വർഷവും ഇടാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയും എനിക്കുണ്ട്.